ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ പിഴവ് സമ്മതിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ്. പോസ്റ്റ്മോർട്ടം ചെയ്യാതെ വീട്ടുകാർക്ക് മൃതദേഹം വിട്ടു നൽകിയതിൽ പിഴവുണ്ടായെന്ന് സംബന്ധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. ബന്ധുക്കൾക്ക് വന്ന ബുദ്ധിമുട്ടിന് ആത്മാർത്ഥമായി മാപ്പ് പറയുന്നുവെന്നും വിശദീകരണത്തിൽ പറയുന്നു. മനോജ് ചേരുന്നുണ്ട്. മനോജ്, സംസ്ഥാനത്തെ ആരോഗ്യ മേഖല തകരുന്നു എന്നുള്ള വാർത്തകൾ ദിനം പ്രതി വരികയാണ്. അപ്പോൾ ഈ ഭക്ഷ്യവിഷബാധയേറ്റ് സ്ത്രീ മരിച്ച സംഭവത്തിലും പിഴവുണ്ടായി എന്ന് പറയാൻ തന്നെ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് എങ്ങനെ കഴിയുന്നു? കാരണം ആ ബന്ധുക്കൾക്കുണ്ടായ ആ ഒരു പ്രയാസം പോലും അതുപോലും അവർ കണക്കിലാക്കാതെയാണ് ഇങ്ങനെ പിഴവുണ്ടായി അത് മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ തന്നെ പറയുന്നത്. രജനി, ഇത് സംബന്ധിച്ച വിശദീകരണം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് RMO ആണ് പുറത്തിറക്കുന്നത്. സൂപ്രണ്ട് സ്ഥലത്തില്ലാത്തതിനാലാണ് RMO ഇത്തരത്തിലുള്ള വിശദീകരണം നൽകിയതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ പൊന്മാനിക്കുളം സ്വദേശിയായിട്ടുള്ള ഈ നുസൈബ മരിക്കുന്നത്. വീട്ടമ്മയായിട്ടുള്ള ശനിയാഴ്ച രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതും പിന്നീട് ചികിത്സയിൽ പ്രവേശിക്കുന്നതും. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നു, ചികിത്സയിൽ തുടരുന്നു. രാവിലെയോടുകൂടി ഇത്തരത്തിൽ മരണത്തിന് കീഴ്പ്പെടുന്നു. അതിനുശേഷം ഈ ബന്ധുക്കളുടെ ഈ ഒരു ആവശ്യം പരിഗണിച്ചാണ് ഡോക്ടർ ഈ മൃതദേഹം വിട്ടു നൽകിയതെന്നാണ് നൽകിയിരിക്കുന്ന വിശദീകരണം. ഇതിൽ തന്നെ ഇത്തരത്തിൽ അസ്വാഭാവികമായിട്ടുള്ള ഒരു മരണമുണ്ടായാൽ അത് കൃത്യമായും പരിശോധിക്കുകയും അതിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. എന്നാൽ അതൊന്നും ചെയ്യാതെ രാവിലെ തന്നെ ഈ ബന്ധുക്കൾക്ക് ഈ മൃതദേഹം വിട്ടു നൽകുകയാണ്. തുടർന്ന് മൃതദേഹം വീട്ടിലെത്തിച്ച് മറ്റ് സംസ്കാര ചടങ്ങുകൾക്കെല്ലാം തന്നെ തുടക്കം കുറിക്കുമ്പോഴാണ് അവിടെ പോലീസ് എത്തുന്നതും പിന്നീട് പോലീസ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ സ്വീകരിക്കുന്നതും. എന്തായാലും ഇത് സംബന്ധിച്ച് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന മറുപടി എന്ന് പറയുന്നത് ഈ ബന്ധുക്കളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഒരു മാനുഷിക പരിഗണന, ഒരു കരുണ കാണിച്ചുകൊണ്ട് ഡോക്ടർ ആ മൃതദേഹം വിട്ടു നൽകുകയാണ് എന്നുള്ള കാര്യമാണ്. അതിൽ തന്നെ പിന്നീട് മേലധികാരികളോട് സംസാരിച്ചപ്പോഴാണ് കൃത്യമായും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായതെന്നും ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ തന്നെ കൃത്യമായും ഈ ഡ്യൂട്ടി ഡോക്ടർ ഈ മൃതദേഹം ഈ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുവാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്നാൽ ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നുള്ള കാര്യം അത് ഡോക്ടർക്കും അവിടെയുള്ള മറ്റ് അധികൃതർക്കും അറിയാമായിരുന്നു. എന്നിട്ട് കൂടെ ഈ ബന്ധുക്കൾക്ക് ഒരു പരിശോധനയും ഇല്ലാതെ വിട്ടു നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിച്ച ശേഷമാണ് ഈ വീട്ടിൽ നിന്നും തിരിച്ച് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന് 2 മണിയോടുകൂടി ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ഭക്ഷ്യവിഷബാധ ഏറ്റ ആളുകളുടെ എണ്ണമൊക്കെ തന്നെ വർദ്ധിച്ചിരുന്നു. 178 ആൾക്കാരിലേക്ക് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ട്, അവർ ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പുറത്തു വന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്ന് രാവിലെയോടുകൂടി ഒരു മരണം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും പെരിഞ്ഞനം സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന സെയിൻ എന്ന ഹോട്ടലിൻ്റെ അവിടെ നിന്നും ഭക്ഷണം കഴിച്ചവർക്കാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുള്ളത്. നേരത്തെ റിയാസ് എന്നുള്ള ആളുടെ പേരിലായിരുന്നു ഈ ലൈസൻസ് ഉണ്ടായിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ മാസത്തോടുകൂടി ഈ ലൈസൻസിൻ്റെ ഇത് അവസാനിക്കുകയും പിന്നീട് റഫീഖ് എന്നുള്ള ആൾ ഈ ഹോട്ടലെടുത്ത് നടത്താൻ തുടങ്ങി. 1 മാസം പിന്നിട്ടിട്ടും ലൈസൻസ് ലഭിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ നിന്നും കുഴിമന്തി കഴിച്ചവർക്കും കുഴിമന്തിയോടൊപ്പം ഈ മയോണൈസൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു ഈ ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് വിലയിരുത്തൽ. എന്തായാലും ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടലിലെത്തി പരിശോധന നടത്തി. അതിൻ്റെ തുടർ നടപടി എന്ന് വണ്ണം ഈ ഹോട്ടൽ അടച്ചുപൂട്ടുകയും ചെയ്തു. എന്നാലും മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പിഴവുണ്ടായിരിക്കുന്നു. ആ പിഴവ് തന്നെയാണ് രാവിലെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പിന്നീട് ഇത് സംബന്ധിച്ചാണ് RMO ഇത്തരത്തിലുള്ള വിശദീകരണം നൽകുന്നത്. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പായിട്ട് അതിൽ ആ വിശദീകരണത്തിൽ മറ്റ് സീലോ അല്ലെങ്കിൽ സൂപ്രണ്ടിൻ്റെ ഒപ്പോ ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരത്തിൽ ഔദ്യോഗികമായി അവർക്ക് സമ്മതിക്കാൻ മടിയുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്നിരുന്നാലും RMO നൽകിയ ഈ ഒരു വിശദീകരണത്തിൽ തന്നെയാണ് കൃത്യമായും സംഭവിച്ചത് എന്താണ് എന്നുള്ള കാര്യം പറയുന്നത്. എന്നാൽ അതിൽ തന്നെ പറയുന്നുണ്ട്, അതായത് ബന്ധുക്കളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ ഈ മൃതദേഹം വിട്ടു നൽകുകയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം. അതിൽ കൃത്യമായും ഈ ബന്ധുക്കൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിൽ മാപ്പ് പറയുന്നുമുണ്ട്. നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ആശുപത്രി അധികൃതർക്ക് ഇത്രയധികം ഗുരുതരമായിട്ടുള്ള വിഷയമാണെന്ന് അറിഞ്ഞിട്ടും അതിൽ ശരിയായിട്ടുള്ള നടപടി സ്വീകരിക്കാതെ ലാഘവത്തോട് കണ്ടതിൻ്റെ ഒരു പരിണിത ഫലം തന്നെയാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീട്ടിലെത്തിച്ച മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്ക് അതിൻ്റെ ഒരുക്കത്തിനിടയിൽ വീണ്ടും തിരിച്ച് ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുന്നു. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു പിഴവ് തന്നെയാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ആശുപത്രിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിശദീകരണം എന്ന് പറയുന്നത് അത്തരത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ബന്ധുക്കൾക്ക് പരാതിയില്ലായിരുന്നു, അല്ലെങ്കിൽ ബന്ധുക്കൾ അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിരുന്നില്ല എന്നൊക്കെയാണ്. എന്നാലും സ്വാഭാവികമായിട്ടും അസ്വാഭാവികമായിട്ടുള്ള ഒരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് ആശുപത്രി അധികൃതർ തന്നെയാണ്. എന്നാൽ അത് ഇവിടെ നടന്നിട്ടില്ല. അതിനുശേഷം ഈ ഉന്നത
ഇടപെടൽ ഉണ്ടായതിനു ശേഷമാണ് ഇത്തരത്തിൽ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുവാൻ വേണ്ടി ബോഡി ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത്. ഭക്ഷ്യവിഷബാധയേറ്റ് തൃശൂർ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ എന്തായാലും പിഴവ് സംഭവിച്ചിരിക്കുക തന്നെയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് അധികൃതർ. ബന്ധുക്കൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട എന്ന് പറഞ്ഞിരുന്നാലും ഈ അസ്വാഭാവിക മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളത് ഡോക്ടർമാരുടെ ചുമതല തന്നെയാണ്, ആശുപത്രി അധികൃതരുടെ ചുമതല തന്നെയാണ്. അത് അവർ നിറവേറ്റിയില്ല എന്ന് തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ പറയേണ്ടിയിരിക്കുന്നത്. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.